നമസ്കാരം. കൊല്ലം തേനി ദേശീയപാത അതായത് NH 183 കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ വീഡിയോ. ഇത് ഒറ്റ നോട്ടത്തിലോ ഇനി അതല്ല രണ്ടോ മൂന്നോ നോട്ടങ്ങൾ നോക്കിയാൽ പോലും ഇതൊരു നാഷണൽ ഹൈവേ ആണെന്ന് ആരും പറയില്ല. കാരണം അത്രയ്ക്ക് കൊടും വളവുകളും പോരാത്തതിന് വീതി കുറഞ്ഞ റോഡുമാണ്. ചില സ്ഥലങ്ങളിൽ ഈ റോഡിന്റെ വീതി എന്ന് പറയുന്നത് 10 മീറ്ററൊക്കെയാണ്. ഈ റോഡിനാണ് ഇപ്പോൾ ശാപമോക്ഷം കിട്ടാൻ പോകുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. പ്രസ്തുത പാത 24 മീറ്റർ വീതിയിൽ 4 വരിയാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ കൊടും വളവുകളും ഇല്ലാതാകും. ഇതിനെ 3 റീച്ചുകളായി വിഭജിച്ചായിരിക്കും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൊല്ലത്തെ കടവൂർ മുതൽ ചെങ്ങന്നൂരിലെ ആഞ്ഞിലിമൂട് വരെയാണ് ആദ്യത്തെ റീച്ച്. 1800 കോടി രൂപയാണ് ആദ്യത്തെ റീച്ചിനായി മാത്രം മാറ്റിവെച്ചിരിക്കുന്നത്. 24 മീറ്റർ റോഡ് ആയതുകൊണ്ട് തന്നെ സർവീസ് റോഡുകൾ ഇല്ലാതെയായിരിക്കും 4 വരി പാത പണിയുക. ഇരുവശത്തും 9 മീറ്റർ വീതമായിരിക്കും ടാർ റോഡിന്റെ വീതി. നടുവിൽ 1 മീറ്റർ വീതിയിൽ മീഡിയൻ വരും. ഇരുവശങ്ങളിലുമായി 1.5 മീറ്റർ വീതിക്ക് പാർക്കിങ്ങിന് സ്ഥലവും ഉണ്ടാകും. അതിനും പുറമെ ഇരുവശത്തും 1 മീറ്റർ വീതിയിലുള്ള യൂട്ടിലിറ്റി ഡക്റ്റും അതിനു മുകളിൽ കൈവരിയുള്ള നടപ്പാതയും നിർമ്മിക്കും. ആദ്യ റീച്ചിൽ തന്നെ ഏകദേശം 75 ഹെക്ടറോളം ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ആധുനിക റോഡ് നിർമ്മാണ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരിക്കും നിർമ്മാണം. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ദേശീയപാത വിഭാഗം ഇത് സംബന്ധിച്ച് വിശദമായ എസ്റ്റിമേറ്റ് സംസ്ഥാന സർക്കാർ മുഖേന ദേശീയപാത റീജിയണൽ ഓഫീസർക്ക് സമർപ്പിക്കും. തുടർന്നായിരിക്കും കേന്ദ്രത്തിന്റെ പൂർണ്ണ അനുമതി ലഭിക്കുക. ഇതിനിടെ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ സമയബന്ധിതമായി തീർക്കണം. കേന്ദ്ര അനുമതി ലഭിക്കുന്ന പക്ഷം ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ കഴിയും. കൊല്ലം മുതൽ തേനി വരെയുള്ള റോഡ് നവീകരിക്കാനായി 4 വർഷം വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെങ്ങന്നൂർ മുതൽ കോട്ടയം വരെയുള്ള MC റോഡിന്റെ ഭാഗങ്ങളും നവീകരിക്കപ്പെടും. നിലവിലെ ബുദ്ധിമുട്ടേറിയ കോട്ടയം മുണ്ടക്കയം റോഡിനും ശാപമോക്ഷമുണ്ടാകും. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് 3A വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് ആവശ്യമായ റവന്യൂ നടപടികൾ വേഗത്തിൽ പുരോഗമിച്ചു വരികയാണ്. ഭൂമി സംബന്ധമായ വിവരങ്ങളും സർവേ നമ്പറുകളും ഇതിനകം തന്നെ MORTHന്റെ ഭൂമി രാശി പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കൊല്ലം തേനി ദേശീയപാതയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.